والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പ്രയത്നിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചു വെച്ചത്. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്നത്, യക്ഫി മിനൽ ദുആഇ മഅൽ ബിർരി മാ യക്ഫി അത്'ആമ മിനൽ മിൽഹി. ഭക്ഷണത്തിന് എത്ര ഉപ്പാണോ വേണ്ടത് അത്ര പ്രാർത്ഥന ഒരടിമയിൽ നിന്ന് മതിയായതാണ്. ആ അടിമ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നല്ല പ്രവർത്തനങ്ങളിൽ അവരുടെ ജീവിതം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥന എത്ര തന്നെ കുറവാണ് എങ്കിലും ആ പ്രാർത്ഥനയെല്ലാം സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജീവിതം ശരിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജീവിതം എത്ര കണ്ട് സൂക്ഷ്മതയുള്ളതായി മാറുന്നു അത്ര കണ്ട് നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യയോഗ്യമായി മാറും എന്നാണ് സഹാബി വര്യനായ അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഏറ്റവും നല്ല ചികിത്സ ഏത് എന്നത് വിശദീകരിക്കുകയാണ്. ഏറ്റവും നല്ല മരുന്ന് എന്നത് അത് പ്രാർത്ഥനയാണെന്നാണ്. എന്ത് പരീക്ഷണങ്ങൾ നേരിട്ടാലും പ്രാർത്ഥന മുഖേന ആ പരീക്ഷണത്തെ നമുക്ക് ഉയർത്താൻ സാധിക്കും, ആ പരീക്ഷണത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. ആ പരീക്ഷണം ഇറങ്ങുന്നതിന് തൊട്ട് ചില പരീക്ഷണങ്ങൾ നമുക്ക് വരാതിരിക്കാൻ, അടിസ്ഥാനപരമായി തന്നെ ആ പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ പരീക്ഷണം വന്നു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിന്റെ വീര്യത്തെ, ആ പരീക്ഷണത്തിന്റെ കാഠിന്യതയെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹദീസിൽ പറയപ്പെടുന്നത്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വഇമാദുദ്ദീനി വനൂറുസ് സമാവാതി വൽ അർദ്. ഹദീസിന്റെ സനദിൽ ദുർബലതയുണ്ടെങ്കിലും അതിന്റെ ആശയം ശരിയായ ആശയമാണ്. അതായത് പ്രാർത്ഥന എന്നത് ഒരു മുഅ്മിനിന്റെ ആയുധമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്ത് അവന്റെ ജീവിതത്തിൽ ബാധിച്ചാലും ആ ബാധിച്ചതെല്ലാം പ്രാർത്ഥന കൊണ്ട് നേരിടാൻ അവന് സാധിക്കുമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ട് എങ്കിലും, എന്ത് പ്രതിസന്ധികളുണ്ട് എങ്കിലും നമ്മൾ ഒരിക്കലും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നീക്കാൻ സാധിക്കുകയില്ല, അതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിലും പ്രാർത്ഥന കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പ്രാർത്ഥനയും പരീക്ഷണം. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് 3 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടുകയും അങ്ങനെ ആ പരീക്ഷണത്തെ ഇല്ലായ്മ ചെയ്യുകയും പരീക്ഷണത്തെ നീക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഒരു പ്രാർത്ഥന അത്ര കണ്ട് ശക്തിയുള്ളതായാൽ അവന്റെ പരീക്ഷണം, അവൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷണം പ്രാർത്ഥന മൂലം ആ പരീക്ഷണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടും. എപ്പോഴാണ് ഒരു പ്രാർത്ഥന അത്ര കണ്ട് ശക്തിപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥനയിൽ പാലിക്കേണ്ട മര്യാദകളും ആദാബുകളും അതോടൊപ്പം തന്നെ എങ്ങനെയാണോ പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ, ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരീക്ഷണത്തിൽ നിന്ന് അവന് രക്ഷ ലഭിക്കും. രണ്ടാമത്തേത്, ചില പ്രാർത്ഥനകൾ ദുർബലമായിരിക്കുന്ന, മര്യാദകൾ പാലിക്കാത്തത് കൊണ്ട് തന്നെ പ്രാർത്ഥനക്ക് അത്ര ശക്തി ഉണ്ടാവുകയില്ല. അങ്ങനെ ശക്തി കുറയുന്ന സന്ദർഭത്തിൽ പരീക്ഷണം പ്രാർത്ഥനയെ അതിജീവിക്കുകയും ആ പരീക്ഷണത്തിന് അവൻ വിധേയമാവുകയും ചെയ്യും. ചിലപ്പോൾ അവന്റെ പ്രാർത്ഥന മൂലം ആ പരീക്ഷണത്തിന്റെ കാഠിന്യം കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ പൂർണ്ണമായും പരീക്ഷണത്തെ നീക്കം ചെയ്യാൻ ദുർബലമായ ഒരു പ്രാർത്ഥന കൊണ്ട് സാധിക്കുകയില്ല എന്നാണ്. പ്രാർത്ഥനയുടെ വിഷയത്തിൽ ദുർബലമാകുന്ന അവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അവൻ അശ്രദ്ധനായി അള്ളാഹുവിനെ സ്മരിക്കാതെ വെറുതെ നാവ് കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ വീര്യം കുറയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത്, രണ്ടും പ്രാർത്ഥനയും പരീക്ഷണവും ഒരേപോലെ നേരിടുന്ന അവസ്ഥ. അതായത് പ്രാർത്ഥന പൂർണ്ണമായി
പൂർണ്ണമായി ഫലിക്കുകയുമില്ല, പരീക്ഷണം പൂർണ്ണമായി നീങ്ങിപ്പോവുകയും ചെയ്യുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയും ഉണ്ടാകുന്ന പ്രാർത്ഥന പൂർണ്ണമായി ഫലിക്കുകയില്ല, എന്നാൽ പരീക്ഷണം പൂർണ്ണമായി വിട്ടുമാറുന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ലാ യുഗ്നി ഹദറു മിൻ ഖദർ, ഖദറിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഓടി അകലാൻ സാധിക്കുകയില്ല എന്നാണ്. നമ്മെ എന്തെങ്കിലും ബാധിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു നമുക്കൊരു പരീക്ഷണം എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് ബാധിക്കുക തീർച്ചയാണ്. അതിൽ നിന്ന് നമുക്കൊരിക്കലും എത്ര സൂക്ഷ്മത നമ്മൾ പാലിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അപ്പൊ പ്രാർത്ഥന എന്നത് നമുക്ക് ഇറങ്ങിയ പരീക്ഷണത്തെ ഉയർത്തുകയും ഇറങ്ങിയ പരീക്ഷണത്തെ ഇല്ലായ്മ ചെയ്യുകയും, അതേ സമയത്ത് നമുക്ക് ഇറങ്ങാൻ പോകുന്ന വരാനിരിക്കുന്ന പരീക്ഷണത്തെ തടുക്കുകയും ചെയ്യുക പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്ന. അങ്ങനെ എന്തെയും ചില പരീക്ഷണങ്ങൾ ഇറങ്ങി വരും, അങ്ങനെ പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥന മൂലം പരീക്ഷണം നീങ്ങുന്ന അവസ്ഥയുണ്ടാകുന്ന. അതോടൊപ്പം തന്നെ ചില ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീലാ, അള്ളാഹുവെ അല്ലാതെ മറ്റുള്ള ഇതര സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് അള്ളാഹു എടുത്തു പറഞ്ഞ വിഷയമാണ് അത്തരം അടിമകളായ മനുഷ്യന്മാർക്ക് അവർക്ക് ഇറങ്ങിയ പരീക്ഷണത്തെ നീക്കം ചെയ്യാനും സാധിക്കുകയില്ല, ഉയർത്താനും സാധിക്കുകയില്ല, വരാനിരിക്കുന്ന ഒരു പരീക്ഷണത്തെ തടുത്തു നിർത്താനും സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന പരീക്ഷണത്തെയും വന്ന പരീക്ഷണത്തെയും അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടിത്തരിക അള്ളാഹുവിൻ്റെ സഹായത്തിലൂടെ മാത്രമാണ്, അവനോട് പ്രാർത്ഥിക്കുന്നതിലൂടെ മാത്രമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മറ്റൊരു ഹദീസിൽ പറയുന്നത് ലാ യറുദ്ദുൽ ഖദ്റ ഇല്ല ദുആ, ഖദ്റിനെ മാറ്റാൻ സാധിക്കുക പ്രാർത്ഥന കൊണ്ടാണ് എന്നാണ്. അള്ളാഹു എന്തെങ്കിലും നമുക്ക് സംഭവിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റം വരുത്താൻ, അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക പ്രാർത്ഥന മൂലമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഖദ്റിൽ മാറ്റം ഉണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. വലാ യസീദു ഫിൽ ഉംരി ഇല്ല ബിർ, ആയുസ്സിൽ വർധന ഉണ്ടാക്കുന്നത് നന്മകൾ ചെയ്യുന്നതിലൂടെയാണ്. ഒരാൾ എത്ര കണ്ട് നന്മകൾ ചെയ്യുന്നു അതിനനുസരിച്ച് അവന്റെ ആയുസ്സിൽ വർധനവും അവന്റെ ആരോഗ്യം അത് മെച്ചപ്പെടുകയും ചെയ്യും എന്നാണ് ഹദീസിന്റെ വിവക്ഷ. അടുത്ത ഫസ്ലിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സവിശേഷമായ ഗുണമാണ് അൽ ഇൽഹാഹു ഫി ദുആ. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഉപ്പയോട് എങ്ങനെയാണോ ചോദിക്കുന്നത് ആവർത്തിച്ച് അവന്റെ വിഷമങ്ങളെല്ലാം അവന്റെ ഫീലിങ്സ് എല്ലാം പുറത്തെടുത്തുകൊണ്ടാണ് ഒരു ഉപ്പയോട് ഒരു മകന് ചോദിക്കാറുള്ളത്. അതുപോലെ ചെയ്യണം അള്ളാഹുവിനോട് അതിനേക്കാളും അപ്പുറം ആദരവോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നിരന്തരം ചോദിക്കുന്നതിനെയാണ് അൽ ഇൽഹാഹു ഫി ദുആ എന്ന് പറയുക. ചില ആളുകൾ 1-2 പ്രാവശ്യം ചോദിക്കും, അതല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യം ചോദിച്ചിട്ട് പിന്നെ എനിക്കതിൽ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ എന്ന് വേവലാതി പറയുന്ന ആളുകളുണ്ട്. മറിച്ച് നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നത് അള്ളാഹുവിന്റെ പ്രാർത്ഥനക്ക്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ ലം യസ്അലില്ലാഹ യഗ്ദബ് അലൈഹി, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവനോട് കോപിക്കുന്നു. അള്ളാഹു പറയുന്നത് ചോദിക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവനോട് കോപിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് മനുഷ്യന്മാർ നേരെ തിരിച്ചാണ്. ഒരു കവി പാടുന്നത് വല്ലാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു, നീ അള്ളാഹുവിനോട് ചോദിക്കാതിരുന്നാൽ അള്ളാഹു നിന്നോട് കോപിക്കും. എന്നാൽ ആദം സന്തതികളാകട്ടെ നീ ചോദിച്ചു കഴിഞ്ഞാലാണ് അവർ നിന്നോട് കോപിക്കുക. അള്ളാഹു ചോദിക്കാതിരുന്നാൽ കോപിക്കും. നാം മനുഷ്യന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് 1-2 പ്രാവശ്യം നമ്മൾ ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തന്നു എന്ന് വരാം. എന്നാൽ 3-4-5 പ്രാവശ്യമൊക്കെ ആയി കഴിഞ്ഞാൽ അത് വെറുപ്പുണ്ടാക്കുകയും നമ്മോട് അനിഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ അള്ളാഹുവിനോട് നമ്മൾ എത്ര കണ്ട് ചോദിക്കുന്നുവോ അത്ര കണ്ട് ഇഷ്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മോട് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബു
യുഹിബ്ബുൽ മുൽഹീന ഫിദ്ദുആ. ആവർത്തിച്ച് ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുന്നവരെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്നാണ്. അതോടൊപ്പം തന്നെ മുവർരിദ് റഹിമഹുല്ലാഹ് പറയുന്നത്, ഒരു വ്യക്തി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അവന്റെ പ്രാർത്ഥനയുടെ ഉപമ എങ്ങനെയായിരിക്കണം. അതായത് ഒരു കടലിൽ, ആർത്തിരമ്പുന്ന കടലിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ അകപ്പെട്ടിട്ട് ഒരു മരത്തടിയുടെ മുകളിലാണ് അവൻ നിൽക്കുന്നത്. ആ സന്ദർഭത്തിൽ ഒരു അടിമ അള്ളാഹുവിനോട് എത്ര കണ്ട് പ്രാർത്ഥിക്കുമോ അങ്ങനെയായിരിക്കണം ഒരു അടിമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അതായത് എനിക്ക് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അവനോട് പ്രാർത്ഥിച്ചാലല്ലാതെ രക്ഷയില്ല എന്ന് തിരിച്ചറിയുന്ന രംഗമാണ് കടലിൽ അകപ്പെട്ട് നീന്താൻ അറിയില്ല, ഒരു മരത്തടിയുടെ മുകളിലാണുള്ളത്. ആ സന്ദർഭത്തിൽ എത്ര തീവ്രമായിരിക്കുമോ അവന്റെ പ്രാർത്ഥന, അത്ര തീവ്രമായിരിക്കണം ഒരു അടിമ പ്രാർത്ഥിക്കേണ്ടത്. ആ രൂപത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന, കൈ നീട്ടുന്ന ഒരു അവസ്ഥ ഒരു അടിമക്ക് ഉണ്ടാകാൻ അനിവാര്യമാണ്. പ്രാർത്ഥിക്കുക എന്നത് എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹുവുമായി നമുക്ക് അടുപ്പം ഉണ്ടാകുന്ന, പണ്ഡിതന്മാരൊക്കെ പറയുന്ന വിഷയമാണ്. അള്ളാഹുവിനോടുള്ള അടുപ്പം അത് നിങ്ങൾക്ക് അളക്കാൻ, നിങ്ങൾ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്ര കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പരിശോധിച്ചാൽ മതി എന്ന്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നിരന്തരം ചോദിക്കുകയും ആത്മാർത്ഥമായി അവനോട് ചോദിക്കുകയും ചെയ്യും.